നമസ്കാരം. എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/9/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് ഫോർ വിളിച്ചിരിക്കുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൽ ആർക്കിടെക്ചറൽ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ്, ആൻസർ കീ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നീ പറയുന്ന ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലും കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 315/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ആർക്കിടെക്ചറൽ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി, അതായത് BTech ഇൻ ആർക്കിടെക്ചർ, അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത്, അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചേഴ്സ്, അതായത് AIIA, അതും മുംബൈയുടേത് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കറൻ്റ്ലി വാലിഡായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ന്യൂഡൽഹിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ 2 ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/10/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.